ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പല ഐറ്റംസും. നമ്മൾ ബീച്ചിൽ പോയാലും കാണാറുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ? പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിയായി നമുക്കത് വീട്ടിൽ തയ്യാറാക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ, കുക്കുംബർ, ക്യാരറ്റ്, മാങ്ങ എന്നിവ ഉപ്പിലിടുന്നതാണ്. ഇതുകൂടാതെ ധാരാളം ഐറ്റംസ് ഇനിയും നമുക്ക് ഉപ്പിലിടാം. അത് ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് ഇടാം, പിന്നെ ഉള്ളി ഇടാം, പിന്നെ സവാള ഇടാം, നെല്ലിക്ക, കോളിഫ്ലവർ, ഇങ്ങനെ നിരവധി ഐറ്റംസ് ഇടാം. ഞാനിപ്പോൾ ഈ 4 ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ 3 കപ്പ് വെള്ളം, 1 കപ്പ് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് 3ഉം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് അത് പിന്നെ ആറിയതാണ് ഈ ബൗളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കണമെങ്കിൽ എത്രത്തോളം വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഏത് ജാറിലാണ് ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെയൊക്കെ വലിപ്പം കണക്കാക്കി വെജിറ്റബിൾസിൻ്റെ അളവും കണക്കാക്കി വേണം നിങ്ങൾ വെള്ളവും വിനാഗിരി എടുക്കാൻ. എടുക്കേണ്ടത് 3 കപ്പ് വെള്ളത്തിന് 1 കപ്പ് വിനാഗിരി. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം കൂട്ടുമ്പോൾ വിനാഗിരിയും അതുപോലെ കൂട്ടിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് ജാറുകളിലായിരിക്കണം നമ്മൾ ഇത് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഇടാൻ തുടങ്ങാം. ഇനി നമുക്ക് ആവശ്യം അതിലേക്ക് ഇടാൻ മുളകാണ്. അത് നല്ല എരിവുള്ള മുളക് തന്നെ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളക് ഇടാം, അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് ഇടാം. ഇപ്പോൾ കാന്താരി മുളകോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഈ മുളക് കണ്ടോ, ഇതേപോലെ നല്ല എരിവുള്ള മുളക് ഇല്ലെങ്കിൽ കാന്താരി മുളകും ഇല്ലെങ്കിൽ സാധാരണ മുളക് ഉപയോഗിച്ചാലും മതി. ആദ്യം നമുക്ക് പൈനാപ്പിൾ തയ്യാറാക്കാം. ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് നീളത്തിൽ കട്ട് ചെയ്തെന്നുള്ളൂ. ഇനി അടുത്ത ജാറിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 ജാറുകളിലായി നമ്മൾ പൈനാപ്പിൾ, മാങ്ങ, ക്യാരറ്റ്, കുക്കുംബർ ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവ് എത്ര വേണം നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണം കേട്ടോ മുളകിടാൻ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളക് നല്ല എരിവുള്ള മുളകാണ്. ഇപ്പോൾ 4 ജാറിലും നമ്മൾ ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മളെടുത്ത് വെച്ച വെള്ളം വീണ്ടും പറയാണ്, 3 കപ്പ് വെള്ളത്തിന് 1 കപ്പ് വിനാഗിരി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇത് 3ഉം ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. ഇത് നമുക്കിനി ഓരോ ജാറുകളിലേക്ക് ഒഴിക്കാം. ഗ്ലാസ് ജാറ് ശരിക്കും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. ഒട്ടും ജലാംശം പാടില്ല, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ പൈനാപ്പിളിലും കുക്കുംബറിലും ഒക്കെ വേഗം നമുക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ചു കിട്ടും. പക്ഷെ മാങ്ങയിലൊക്കെ പിടിക്കാൻ കുറച്ച് 2-3 ദിവസമെങ്കിലും കഴിയണം. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അതിൽ ശരിക്കും പിടിക്കുകയുള്ളൂ. പൈനാപ്പിളൊക്കെ നമുക്ക് 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാം, കുക്കുംബറും ഒക്കെ അതെ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതേ വെജിറ്റബിളോ ഫ്രൂട്ട്സ് എടുക്കാതെ നിങ്ങൾക്ക് കുക്കുംബറോ അല്ല ബീട്രൂട്ട് അല്ലെങ്കിൽ കോളിഫ്ലവർ, സവാള, ഉള്ളി, വെളുത്തുള്ളി എല്ലാം യൂസ് ചെയ്യാം ഇതേപോലെ തന്നെ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജുലിനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം.